നമസ്കാരം. നമ്മുടെ വഴിയോരങ്ങളിൽ സ്ഥാപിതമായിരിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളും വൈദ്യുത കേബിളുകളും സർവ്വസാധാരണ കാഴ്ചയാണ്. കെട്ടിട നിർമ്മാണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് വയറിംഗ് എന്നത്. വൈദ്യുതി ഉപഭോഗം സാധ്യമാക്കാനായി ഇത്തരത്തിൽ വയറുകളും കമ്പികളും അതേ ചുറ്റിപ്പറ്റിയുള്ള നിരവധി സാമഗ്രികളും ആവശ്യമാണ്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെയായി വൈദ്യുതി പ്രവാഹം സാധ്യമാക്കുന്നത് വയറുകളുടെ സഹായത്താലാണ്. ഇലക്ട്രിക് ഉപകരണങ്ങൾ മുതൽ വൻ വ്യാവസായിക ആവശ്യങ്ങളിൽ വരെ അത്തരത്തിലുള്ള വൈദ്യുതോർജ്ജ വിതരണമാണ് നടത്തുന്നത്. എന്നാൽ മുഴുനീളത്തിലുള്ള കേബിളുകളുടെയോ വയറുകളുടെയോ ഒന്നും ആവശ്യമില്ലാതെ വയർലെസ് ആയി വൈദ്യുത പ്രക്ഷേപണം സാധ്യമാക്കാനാകുമോ? വയറുകളില്ലാതെ ഊർജം പകരുക എന്ന ആശയത്തിലൂന്നിയ ഈ ചോദ്യം ഇന്നോ ഇന്നലെയോ ഉയർന്നതല്ല. വാസ്തവത്തിൽ ഭൂമിക്കുള്ളിലെ അയണോസ്ഫിയർ പാളി വഴി വൈദ്യുതി കടത്തിവിടുക എന്ന ആശയത്തിൽ അധിഷ്ഠിതമായി വിഖ്യാത സെർബിയൻ അമേരിക്കൻ എഞ്ചിനീയറും ശാസ്ത്രകുതുകിയുമായ നിക്കോളാസ് ടെസ്ല 1901 വയർലെസ് ഊർജ പ്രക്ഷേപണം സാധ്യമാക്കാനുള്ള സ്വപ്ന പദ്ധതി വിഭാവനം ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ സ്വപ്നം അന്നത്തെ കാലത്തിന് അതീതമായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ വൈദ്യുത കാന്തിക സിദ്ധാന്തങ്ങൾ യാഥാർത്ഥ്യമായില്ല. എന്നാൽ ആ സ്വപ്നം 124 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ യാഥാർത്ഥ്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പവർ ബീമിംഗ് എന്നറിയപ്പെടുന്ന ഈ വിപ്ലവകരമായ സാങ്കേതിക വിദ്യ വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ച് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് നേരിട്ട് വൈദ്യുതി എത്തിക്കുന്നതിലൂടെ വൈദ്യുത പ്രവാഹത്തിനായി നാം ഇതുവരെയും ആശ്രയിച്ചു പോരുന്ന ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യകത ഇല്ലാതാക്കും. നിക്കോളാസ് ടെസ്ല വിഭാവനം ചെയ്ത വയർലെസ് ഊർജ്ജ പ്രവാഹം എന്ന ആശയത്തിന്റെ പ്രായോഗിക പരീക്ഷണങ്ങൾ 1960കളുടെ തുടക്കം മുതലേ ആരംഭിച്ചിരുന്നു. അങ്ങനെ നിരവധി കണ്ടുപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കിയ വില്യം സി ബ്രൗൺ എന്ന അമേരിക്കൻ എഞ്ചിനീയർ 1964 മൈക്രോവേവ് മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ഹെലികോപ്റ്റർ പറത്തി വിജയം കാണുകയുണ്ടായി. അതിനുശേഷം 1975 നാസയുമായി ചേർന്ന് അദ്ദേഹം 1.6 കിലോമീറ്ററിൽ 30 കിലോ വാട്ട് വൈദ്യുതി പകരുന്ന ദൗത്യത്തിലും വിജയിച്ചു. എന്നിരുന്നാലും 50% മാത്രമായ കാര്യക്ഷമതാ നിരക്കായിരുന്നു അത് പ്രകടമാക്കിയത്. അതിനുശേഷം പതിറ്റാണ്ടുകളായി കൈവന്ന സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം, പ്രത്യേകിച്ച് ലേസർ, കമ്പ്യൂട്ടിംഗ്, സൗരോർജ്ജം എന്നിവയിലെ പുരോഗതി പവർ ട്രാൻസ്മിഷൻ രംഗത്ത് പുതു ചുവടുവയ്പ്പുകൾക്ക് പിൻബലമേകിയിരിക്കുകയാണ്. അത്തരം ഗവേഷണ ശ്രമങ്ങൾ വയർലെസ് ഊർജ്ജ പ്രവാഹ സംവിധാനങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള വഴി തുറന്നിരിക്കുകയാണ്. അതായത് വയർലെസ് ഊർജ്ജ പ്രക്ഷേപണം പ്രായോഗിക തലങ്ങളിൽ രൂപം കൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു. നാസ പോലുള്ള ശാസ്ത്ര സംഘടനകൾ ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ച് സജീവമായി ഗവേഷണം നടത്തിവരികയാണ്. അതേസമയം പവർകാസ്റ്റ്, വൈചാർജ് പോലുള്ള കമ്പനികൾ സ്മാർട്ട് സെൻസറുകൾക്ക് പവർ നൽകുന്നതിനും ലൈറ്റിംഗ് സിസ്റ്റങ്ങൾ വയർലെസ് ആയി സംഭരിക്കുന്നതിനുമുള്ള പരിഹാരങ്ങൾ പരീക്ഷിച്ചു വരുന്നുമുണ്ട്. ജാക്സയുമായി സഹകരിച്ച് ജപ്പാൻ 2030ഓടെ ഭൂമിയിലേക്ക് 1 ജിഗാവാട്ട് ഊർജ്ജം എത്തിക്കാൻ കഴിവുള്ള ഒരു ബഹിരാകാശ സൗരോർജ്ജ നിലയം വിക്ഷേപിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ശാസ്ത്രരംഗത്ത് നടക്കുന്ന ഇത്തരം പുരോഗതികൾ സൂചിപ്പിക്കുന്നത് ഒരു വയർലെസ് ഇലക്ട്രിക്കൽ ഗ്രിഡ് സാധ്യമാക്കുക എന്നത് ഏറെ അടുത്തെത്തിയിരിക്കുന്നു എന്നതാണ്. ഈ രംഗത്തെ ഗവേഷണങ്ങളും വികസനവും ഇതേ വേഗതയിൽ തുടർന്നാൽ വരും വർഷങ്ങളിൽ ഈ രംഗത്ത് കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ നിലവിൽ നമ്മൾ ഊർജ്ജ ഉൽപാദനത്തിനും വിതരണം ചെയ്യുന്നതിനുമായി അവലംബിച്ചു വരുന്ന പൊതുരീതികൾ തന്നെ മാറ്റപ്പെട്ടേക്കാം. ഒരുപക്ഷെ പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിൽ വീടുകളിലും നഗരങ്ങളിലും വയർലെസ് വൈദ്യുതി എത്തിക്കുക എന്ന ദീർഘകാല സ്വപ്നം അതോടെ യാഥാർത്ഥ്യമായേക്കാം. വയർലെസ് ഊർജ്ജ പ്രസരണത്തിന്റെ സാധ്യതകൾ വളരെ വലുതാണ്. അത്തരമൊരു സംവിധാനം ലോകമെമ്പാടുമുള്ള വ്യവസായങ്ങളെ പരിവർത്തനം ചെയ്യും. അതിനൊപ്പം നിരവധി ആപ്ലിക്കേഷനുകളെയും അത് മാറ്റിമറിക്കും. ഭൂമിയിലെ ആവശ്യങ്ങൾക്കായി എന്ന പോലെ തന്നെ ഇന്ധനമോ കേബിളുകളോ ഇല്ലാതെ ഉപഗ്രഹങ്ങൾക്കും ഡ്രോണുകൾക്കും വൈദ്യുതി നൽകാനും അതിലൂടെ സാധിക്കും. മറ്റൊരു സാധ്യത യാത്രയിലായിരിക്കുമ്പോൾ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനാകുമെന്നതാണ്. ഇത് EV ചാർജിംഗ് സ്റ്റേഷനുകളുടെ ആവശ്യകത തന്നെ ഇല്ലാതാക്കും. അതുപോലെ പരമ്പരാഗത പവർ ഗ്രിഡുകൾക്ക് ആവശ്യമായ വൻ സൗകര്യങ്ങളുടെ സഹായമില്ലാതെ തന്നെ വിദൂര പ്രദേശങ്ങളിലേക്ക് ഊർജ്ജം എത്തിക്കാനും വഴിയൊരുക്കും. ഇപ്പോഴത്തെ ബാക്കപ്പ് ജനറേറ്ററുകൾക്ക് പകരം ആന്റീന അധിഷ്ഠിത റിസീവറുകൾ ആ സ്ഥാനത്തെത്തും. നിലവിൽ ന്യൂസിലൻഡിലെ EMRODയും US-ലെ റീച്ച് പവറും മൈക്രോവേവ് റേഡിയോ തരംഗ പ്രക്ഷേപണ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.